ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചുകൊണ്ടിരിക്കുക. കൊച്ചിയിലെ മദ്യവും ലഹരിയും വിളമ്പുന്ന നമ്പർ 8 ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുത്ത് തുടർന്ന് ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട സൈജു തങ്കച്ചന്റെ ചേസിംഗിലൂടെ ആക്സിഡന്റായി മരണപ്പെട്ട മോഡൽസുകൾ ആരും മറന്നിട്ടുണ്ടാവില്ല. മിസ്റ്റർ ജ്യോതിഷ്, എന്താന്ന് മനസ്സിലായി? കുറച്ച് മനസ്സിലായില്ല. മദ്യവും ലഹരിയും വിളമ്പുന്ന ലൈംഗിക ചേഷ്ടകളെ വിൽപ്പന ചെയ്യുന്ന നമ്പർ 8 ഹോട്ടലിലെ ദുരൂഹതകൾ ആദ്യം പുറത്തു പറഞ്ഞത് അന്ന ജോൺസൺ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറാണ്. ഇങ്ങനെ തന്നെ വേണം. നവംബർ 1 2 കുട്ടികൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒക്ടോബർ 21 എന്താണ് അവിടെ സംഭവിച്ചത്? ഇതുവരെ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ വരും. ഇതെല്ലാം തുറന്നു കാട്ടും. അന്ന് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. നിങ്ങൾ പേടിക്കുക തന്നെ വേണം. എവിടൊക്കെയോ എന്തൊക്കെയോ ചെയ്ഞ്ഞ് നടന്നുണ്ട്. നിർണായകമായ പല സത്യങ്ങളും അന്ന ജോൺസൺ പറയുന്നുണ്ട്. ബിസിനസ് മീറ്റിംഗ് എന്ന പേരിൽ പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന അഞ്ജലി റീമാദേവാണ് അന്ന ജോൺസണെയും പെടുത്തിയത്. അവനൊക്കെ തല്ലിക്കൊല്ലണം. അഞ്ജലി റീമാദേവിനെ പോലെയുള്ളവരെ വളർത്തുന്നതിൽ എടുത്തു പറയേണ്ട പേരാണ് സുനിൽ ലോജി. അഞ്ജലി റീമാദേവ് എന്ന ക്രിമിനലിനെ പോലെ എത്ര പെൺകുട്ടികളുടെ രക്ഷകനാണ് സുനിൽ ലോജി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷകനിൽ നിന്ന് തുടങ്ങി പലതിനും പെൺകുട്ടികളെ യൂസ് ചെയ്യും. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പച്ചച്ചൂരിൽ പഴിപ്പിച്ച് കാന്താരി മുളക് തേച്ച് ചന്തിരിട്ടടിക്കണം. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ, OJ സുനിൽ. ഞാൻ വിചാരിച്ചില്ല ഇയാൾ ഇത്ര വലിയ നാറിയാണെന്ന്. ആദ്യം ഒരു മെൻഡറായി തുടങ്ങും പെൺകുട്ടികളുടെ ജീവിതത്തിൽ. സുനിൽ ലോജി ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് പെൺകുട്ടികളെ പരിചയപ്പെടും. പിന്നീട് ഓജീസ് കാന്താരി എന്ന തന്റെ ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തും. പിന്നീട് തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നടത്തിയെടുക്കും. ഭരതൻ സാർ അക്കാര്യത്തിൽ നല്ല തറവാടിയാ അല്ലേ നാണുക്കുട്ടാ? തറവാടി എന്ന് വെച്ചാൽ ശരിക്കും ഒരു അലവലാതി തറവാടി. ഓജിക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗേൾസിനെ മാത്രമേ അവിടെ വേണ്ടൂ. അത് ഭയങ്കര ലീൻ ആയിട്ട് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഗേൾസിനെയാണ് ഓജി ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പെണ്ണുങ്ങളെ സുഖിപ്പിക്കാൻ നല്ല ഈസി ആണെന്നാണ് പുള്ളി പറയുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് സുനിൽ ലോജിയുടെ പേഴ്സണൽ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്ന കരോൾ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇൻവോൾവ്മെന്റ് സുനിൽ ലോജിയുടെ പല ആക്ടിവിറ്റീസിലുമുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത സുനിൽ ലോജിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് കരോളാണ്. അതായത് OG എന്ന് പറഞ്ഞ ആൾക്ക് സോഷ്യൽ മീഡിയാസ് അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല. സോ ഏതെങ്കിലും ഇപ്പൊ ഒരു പാർട്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ OGക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ കാരലായിക്കും പോയിട്ട് മിണ്ടി ഇൻസ്റ്റഗ്രാം ഒക്കെ തപ്പി OGനെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. രാജുട്ട എഴുതി വാങ്ങിയിരടെ ഇവന്റെ സാവര ജംഗമോ അല്ലേ. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ.